Do you like spicy? Garnish is absolutely beautiful. What was that? Garnish. Very good chicken. Spicy. അപ്പം ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ബോളിവുഡ് ചിക്കനാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യണം. ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് പോലെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കൊറിയാണ്ടർ പൗഡർ, ജീരകം, പെപ്പർ, സോൾട്ട്, ഇത്രയും സാധനം ഇട്ട് നമ്മൾ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് 2 മുട്ടയും കൂടി ഒഴിക്കുക. അതിൻ്റെ കൂടെ കുറച്ച് എണ്ണയും കൂടി ഒഴിക്കാൻ നല്ലതായിരിക്കും. അതിനുശേഷം നമുക്ക് പൊട്ടറ്റോ വെഡ്ജസ് ഉണ്ടാക്കണം. പൊട്ടറ്റോ വെഡ്ജസിലേക്ക് ഇങ്ങനെ 4 അല്ലെങ്കിൽ 6 കട്ട് ചെയ്ത പൊട്ടറ്റോയിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ജീരകം, എണ്ണ ഒഴിച്ചതിന് ശേഷം അത് ഓവനിൽ വെച്ച് ബേക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പൊട്ടറ്റോ വെഡ്ജസ് റെഡി ആയിരിക്കും. അതിനുശേഷം നമുക്ക് അടുപ്പുണ്ടാക്കണം. ബോളിവുഡ് ചിക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിക്കനെ ആദ്യം ഫ്രൈ ചെയ്യും, പിന്നെ ബേക്ക് ചെയ്യും, അതിൻ്റെ ഗ്രേവി ഉണ്ടാക്കും. അതിൻ്റെ അകത്ത് നമ്മളിട്ട് ചിക്കനെ അടിപൊളിയായിട്ട് ഒരു സൂപ്പർ ഡൂപ്പർ ഗ്രേവി ആക്കി എടുക്കും. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം. ഇതുപോലെ ഒരു പാത്രം എടുക്കുക. ഒരു പരന്ന പാത്രം എടുത്താൽ മതി. അതിൻ്റെ അകത്തേക്ക് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാക്കി കഴിയുമ്പോൾ ഇതുപോലെ ചിക്കൻ നന്നായിട്ട് 2 സൈഡും ഫ്രൈ ചെയ്തെടുക്കണം, റോസ്റ്റ് ചെയ്തെടുക്കണം. Wow, super. അപ്പം നമ്മുടെ ചിക്കൻ നല്ല അടിപൊളിയായിട്ട് മൊരിഞ്ഞിത ഇതുപോലെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ റെഡിയായ ചിക്കന് നമ്മൾ മാറ്റി വെക്കും. നമ്മളിതാ ഈ തീയിലിങ്ങനെ പൊരിച്ചെടുത്ത ചിക്കനാണിത്. അപ്പം ഈ ചിക്കൻ വെച്ചിട്ടാണ് നമ്മൾ ബോളിവുഡ് ചിക്കൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം. അത് കഴിഞ്ഞിട്ട് ഉള്ളി ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇത് ഞാനൊരു മസാല ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിഞ്ചർ, ഗാർലിക്, ഗ്രീൻ ചില്ലി, ചിക്കൻ മസാല, ചില്ലി പൗഡർ, കൊറിയാണ്ടർ പൗഡർ, ഇതെല്ലാം കൂടി മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ച മസാലയാണ്. അത് നമ്മൾ ആ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ടൊമാറ്റോ, നല്ല അടിപൊളി ചെറിയ ടൊമാറ്റോസാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ചെറിയ ടൊമാറ്റോസ് ഇല്ലെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത ടൊമാറ്റോസും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഈ ഗ്രേവിയിലേക്ക് തന്നെ നമുക്ക് ചിക്കൻ ഇറക്കി വെച്ച് കൊടുക്കണം. ഗ്രേവി നല്ല അടിപൊളിയായിട്ടുണ്ട്. ടൊമാറ്റോയുടെ ഫ്ലേവർ, ഒണിയൻ്റെ ഫ്ലേവർ, ആ ഗരം മസാലയുടെ, ചിക്കൻ മസാലയുടെ എല്ലാം അടിപൊളി ഫ്ലേവറാണ്. അപ്പോൾ നമ്മൾ പൊരിച്ച് വെച്ച ചിക്കൻ നമ്മൾ ഈ ഗ്രേവിക്കകത്തേക്ക് ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. ഇങ്ങനെ ഇറക്കി വെച്ച് മൂടി വെച്ച് ഇതിനെ നന്നായിട്ട് ചിക്കൻ വേകുന്നോടം വരെ വേവിച്ചെടുക്കുക. അത് കഴിഞ്ഞാൽ ഇത് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും നാൻ ബ്രെഡിൻ്റെ കൂടെയും റൈസിൻ്റെ കൂടെയോ എങ്ങനെ വേണേലും കഴിക്കാം. അപ്പോൾ ഇതൊരു പുതിയ റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നതും വരെ ഗുഡ് ബൈ. Smells amazing.